തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നതിനോടൊപ്പം ഇടുക്കിയുടെ അതിർത്തി മേഖലകളിലും മഴ ശക്തം. കുമളി മുതൽ ചിന്നക്കനാൽ വരെയുള്ള അതിർത്തി മേഖലയിൽ രാത്രിയിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. കരുണാപുരം വെസ്റ്റ് പാറയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. ജലാശയങ്ങളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു. തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഇതിന്റെ പ്രതിഫലനമാണ് ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ മഴയുടെ സാന്നിധ്യമുണ്ടാകുവാൻ കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ ആരംഭിച്ച ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. അതിർത്തി മേഖലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരുന്നത്. കമ്പമെട്ട്, രാമക്കൽമേട്, ഉടുമ്പൻചോല, നെടുങ്കണ്ടം, പൂപ്പാറ മേഖലകളിലാണ് രാത്രി മുതൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നത്. കല്ലാർ ഡാമിൽ ജലനിരപ്പ് സംഭരണശേഷിയുടെ അടുത്തേക്കെത്തി. ഡാം തുറക്കുവാൻ KSEB അനുമതി തേടി. പുലർച്ചെ പെയ്ത ശക്തമായ മഴയിൽ വെസ്റ്റുപാറയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വെസ്റ്റുപാറ ബ്ലോക്ക് നമ്പർ 571 സുമതിയുടെ വീടാണ് തകർന്നത്. രാവിലെ 6 മണിയോടുകൂടിയാണ് സംഭവം. വീടിന് സമീപം നിന്ന തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. വീട് ഭാഗികമായി തകർന്നു. വീട്ടിനുള്ളിലുണ്ടായിരുന്ന സുമതി ഇറങ്ങി ഓടിയതിനാൽ അപകടം ഒഴിവായി. മേഖലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. വരുന്ന 4 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.